ദൈവത്തിന് മഹത്വം. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ഏവരെയും വന്ദനം ചെയ്യുന്നു. ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഗമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ആരംഭം നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് മുതലാണ് ഇസ്രായേലിന്റെ ആരംഭം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഒരു വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. കാരണം ദൈവം അബ്രഹാമിലൂടെ ഒരു പുതിയ തലമുറയെ കൊണ്ടുവന്ന് അവർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവത്തിന് ന്യായപ്രമാണത്തെ വെളിപ്പെടുത്തണം. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കണം. അതുകൂടാതെ മശിഹ അവരിലൂടെ കടന്നു വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നാൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും എന്ന് പറയാം. ഇൻ യു ഓൾ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ്. നിന്നാൽ ലോകത്തിലെ സകല ജാതികളും അല്ലെങ്കിൽ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണം അവർക്ക് വെളിവാക്കി കൊടുത്തു. അത് സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് ആജ്ഞ കൊടുത്തു. അതിലുപരിയായി അവരിലൂടെ ഒരു മശിഹ വന്നു, യേശു വന്നു എന്നുള്ളതാണ്. ലോകചരിത്രത്തിൽ വളരെ ചെറിയ ഒരു രാജ്യമാണെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം കടന്നുപോയിട്ടുള്ള യുദ്ധങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ മറ്റേത് രാജ്യങ്ങൾ കടന്നുപോയിട്ടില്ലാത്തതിലും അധികം യുദ്ധങ്ങൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ മറ്റു ഏത് രാജ്യങ്ങളും നേടിയെടുക്കാത്തതിലും അത്ഭുതകരമായ വലിയ വിജയങ്ങൾ ഇസ്രായേൽ നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ തന്നെ വലിയ വിജയങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ ആരും തോറ്റിട്ടില്ലാത്ത നിലയിൽ അവർ ചില യുദ്ധങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവം അവരുടെ പാളയത്തിൽ ഇരുന്നപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നപ്പോഴും അവർക്ക് വലിയ വലിയ യുദ്ധങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ ജയം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവ സാന്നിധ്യം അവരുടെ ക്യാമ്പിൽ അല്ലെങ്കിൽ അവരുടെ പാളയത്തിൽ ദൈവ സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോൾ അവര് തകർക്കപ്പെടുകയും അവർ പരാജയപ്പെടുകയും മറ്റാരും പരാജയപ്പെട്ടതിനേക്കാൾ വലിയ പരാജയങ്ങൾ അവർ നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അനവധി കാര്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇത് യേശുവിന്റെ ഒരു വാക്കാണ്. യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. അവിടെ അത്തിയെ നോക്കി ഓടിക്കുവാൻ പറയുകയാണ്. അത്തി അത് തളിർക്കുന്നു, അതിന്റെ കൊമ്പുകൾ ഇളതായി വരുന്നു. അപ്പോഴും മനുഷ്യപുത്രന്റെ വരവ് അടുത്തിരിക്കുന്നു, അത് വാതുക്കലായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുക. ഒന്ന്, അത്തിയുടെ തളിർപ്പ്. 2, വാതക്കിൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. മൂന്നാമതായി ഇവിടെ പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. 3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് കർത്താവിന്റെ വരവിനെ ഇവിടെ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് യേശുവിന്റെ വാക്കാണ്. യേശുവിനായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മസീഹിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എല്ലാ കാലത്തും ആശ്വാസം നൽകുന്ന വളരെ പ്രത്യാശയുടെ ഒരു വാക്കാണ്. അത്തി എന്നിവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ കാണിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ യേശു ഈ സാദൃശ്യത്തിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു തലമുറ, അത്തിവൃക്ഷത്തിന്റെ തലമുറ അല്ലെങ്കിൽ ജനറേഷൻ, ഫിഗ് ട്രീ ജനറേഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തിവൃക്ഷത്തിന്റെ തലമുറ എന്ന് പറയുന്നത് ബൈബിളിൽ ഒട്ടനവധി തലമുറകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. മിസ്രൈമിൽ 400-ലധികം സംവത്സരം ഇസ്രായേൽ ജനതയായിരുന്നു, അവിടെ ആയിരുന്ന ഒരു തലമുറയെ കുറിച്ച് കാണാൻ കഴിയും. അതുപോലെ തന്നെ മരുഭൂമിയിൽ
അതേ ഉഴന്നലഞ്ഞ് നടന്ന ഒരു തലമുറയെ നമുക്ക് കാണാം. അതിനുശേഷം യോശുവയുടെ വിശ്വാസത്തിന്റെ ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ പെർവേഴ്സ് ജനറേഷൻ, അതേ അവിശ്വാസമുള്ള ഒരു തലമുറ, ദുഷ്ട തലമുറ എന്നിവയെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ഇവിടെ ഫിഗ് ട്രീ ജനറേഷൻ അല്ലെങ്കിൽ അത്തിവൃക്ഷത്തിന്റെ തലമുറ എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ദൈവം ചരിത്രത്തിലൂടെ ഇടപെടുന്നത് നമുക്ക് കാണാം. ദൈവം ചരിത്രത്തിലൂടെ ഇടപെട്ടപ്പോഴൊക്കെ ഇസ്രയേലിലൂടെ ദൈവം ഇടപെടുന്നതായി, ഇസ്രയേലിനെ ഒരു സൈൻ പോസ്റ്റായി ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രയേൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ 1948 സ്ഥാപിതമായി, ഒറ്റ ദിവസം കൊണ്ട് സ്ഥാപിതമായെങ്കിലും ഏതാണ്ട് 1900 വർഷങ്ങളിലധികം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചിതറിപ്പോയതായി നമുക്കറിയാം. AD 70 റോമാക്കാർ യെരുശലേമിനെ ആക്രമിക്കുകയും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചിതറിപ്പോയി. ചിലർ റഷ്യയിലും, ചിലർ എത്യോപ്യയിലും, ചിലർ അമേരിക്കയിലും, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചിതറിപ്പാർത്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 1948 അവർ രാജ്യമായി തീരുമ്പോൾ ഈ അത്തിയുടെ തണുപ്പാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത്തി തണുക്കുന്നു, അതുപോലെ തന്നെ അത്തി ഫലവത്തായി തീരുന്നു എന്നത് യേശു പറഞ്ഞ ഉപമയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമ ഇവിടെ ഏറിയ നാളുകൾക്ക് ശേഷം 1900 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ, ഈ ഇസ്രയേലിന്റെ തണുപ്പും ഇസ്രയേലിന്റെ പുനഃസ്ഥാപനവും അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറയുന്നെങ്കിൽ ആ പ്രവചനങ്ങൾക്ക് വളരെ കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രവചനവും കർത്താവ് വരും എന്നുള്ള പ്രവചനം, ഇസ്രയേലിന്റെ പുനഃസ്ഥാപനവും ഇസ്രയേലിന്റെ തണുപ്പും ഇസ്രയേലിന്റെ ഫലവത്താകുന്ന ആ അനുഭവങ്ങളും ഒക്കെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ എല്ലാ കാലത്തേക്കാൾ അധികമായി കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി തിരുവചനം പറയുന്നത് അത്തിയുടെ തണുപ്പാണ്, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പുനഃസ്ഥാപനവും അവരുടെ വളർച്ചയും അവരിൽ നിന്നുണ്ടാകുന്ന ഫലവും അവരിലുണ്ടാകുന്ന മാറ്റങ്ങളും അനുസരിച്ചാണ് കർത്താവിന്റെ വരവിനെ നാം പ്രഡിക്റ്റ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്ന് കർത്താവ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിന്റെ പുനഃസ്ഥാപനവും അതുപോലെ തന്നെ ഇസ്രയേലിനെതിരെയുള്ള ലോകശക്തികളുടെ എഴുന്നേൽപ്പും അതുപോലെ തന്നെ ഇസ്രയേലിൽ നടക്കുന്ന ഒരുക്കങ്ങളും കർത്താവിനോട് വരവിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ ഒരുക്കങ്ങളെയും കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1 ഇസ്രയേലിന്റെ പുനഃസ്ഥാപനം എന്നുള്ളതാണ്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവചനം വളരെ കൃത്യമായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് വായിക്കാം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റിച്ചു നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയും. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ചോ മാംസം പിടിപ്പിച്ചോ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞു നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കുപൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയെ ഇല്ലാതെ ഇരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാൻ, മനുഷ്യപുത്ര, നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ ഈ 4 കാറ്റുകളിൽ നിന്നും വന്നു ഈ നീതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവരെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവേശിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വലിയ പ്രവചനമാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലേക്ക് ദൈവം
പ്രവാചകനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അതിന്റെ നടുവിൽ നിർത്തി അതിന്റെ ചുറ്റും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ അസ്ഥികളുടെ പ്രത്യേകത അത് ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. അസ്ഥിയോട് ചേരാതെ വേർപെട്ടിരിക്കുകയാണ്. അത് ദീർഘനാളുകളായി നൂറ്റാണ്ടുകളായി ഇരിക്കുന്ന വളരെയധികം പഴക്കമുള്ള അസ്ഥിയാണ്, അസ്ഥിക്കൂട്ടങ്ങളാണ്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലാണ് താനായിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ചുറ്റി ചുറ്റി നടത്തിമാറാക്കി എന്നുള്ളതാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവുമില്ലാത്ത പ്രവാചകൻ, ദൈവമേ നീ മാത്രം അറിയുന്നു. കാരണം അത്രമാത്രം ഉണങ്ങിയിരിക്കുന്ന, അത്രമാത്രം പഴക്കമുള്ള അസ്ഥിയോട് ബന്ധമില്ലാത്ത ഈ അസ്ഥികൾ ഒരിക്കലും മാനുഷികമായി ജീവിക്കുമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് താൻ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ മാത്രം അറിയുന്നു എന്ന് പറയുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ദൈവം പ്രവാചകനോട് പറയുന്നു. ഒന്ന്, നീ അസ്ഥികളോട് പ്രവചിക്കാൻ പറയുകയാണ്. രണ്ട്, കാറ്റിനോട് അത് പ്രവചിക്കാൻ പറയുകയാണ്. ഒന്ന് അസ്ഥികളോട് പ്രവചിക്കുക, രണ്ട് കാറ്റിനോട് പ്രവചിക്കുക. താൻ അസ്ഥികളോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ അസ്ഥികൾ ഒന്നിച്ചു വന്നുകൂടി അതിൽ ത്വക്ക് വെച്ചു, മാംസം വെച്ചു, ഞരമ്പ് വെച്ചു. അത് ഒരു ശരീരമായി മാറി എന്നുള്ളതാണ്. രണ്ട്, കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. ശ്വാസമേ വരിക. 4 ദിക്കിൽ നിന്ന് ഈ കാറ്റുകൾ വന്ന് ശ്വാസമായി ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ സൈന്യമായി എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അസ്ഥികൾ ഒന്നിച്ചു ചേർന്നുവെങ്കിൽ, രണ്ട്, അസ്ഥികളോട് പ്രവചിക്കുക മാത്രമല്ല കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അത് ശ്വാസമായി വന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ സൈന്യമായി മാറി എന്നുള്ളതാണ്. ഇത് കാണിക്കുന്നത് അതിന്റെ 11-ാം വാക്യം, 12, 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ഇസ്രായേൽ ഗൃഹത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അത് തന്നെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അതിന്റെ 12, 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. 12, 13 വാക്യങ്ങൾ നമുക്ക് വായിക്കും. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൾ ബെയ്റ്റ് എന്നൊരു ഹീബ്രു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവരും എന്നുള്ളതാണ്. അതൊരു ചെറിയ ശേഷിപ്പിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ശവക്കുഴി തുറന്ന് അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കേവലം ഒരു ചെറിയ ശേഷിപ്പല്ല, ഇസ്രായേലിലെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവിടെ ശവക്കുഴി തുറന്ന് അവരെ കൊണ്ടുവരും. ആരെ കുറിച്ചുള്ള പ്രവചനം? ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ പ്രവചനം 1948 ഒരു രാജ്യമായി ഇസ്രായേൽ തീർന്നപ്പോൾ അത് സംഭവിക്കുകയാണ്. അത് നമുക്ക് വളരെ കൃത്യമായി എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് ആമോസിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 9-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായി ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഇപ്പൊ ഇസ്രായേലിനോടുള്ള പ്രവചനം ഇവിടെ ആമോസ് പറയുകയാണ്. അവര് ഇപ്പോൾ അവർക്ക് രാജ്യമില്ല. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അവർക്ക് ഇപ്പോൾ രാജ്യമില്ല. യഥാർത്ഥത്തിൽ ഈ പ്രവചനം നമ്മുടെ യേശു ഈ കാര്യങ്ങൾ പ്രവചിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് രാജ്യമില്ലാതിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എസെക്കിയേൽ ഈ പ്രവചനം കാണുന്ന സമയത്ത് അവർ പ്രവാസികളായി ബാബിലോണിലായിരിക്കുകയാണ്. അന്ന് അവർ പിന്നീട് ഉണ്ടായിരുന്ന AD 70 ഉണ്ടായിരുന്ന ചിതറിപ്പ് നടന്നിട്ടില്ല. പിന്നീട് നടക്കുന്ന ആ പ്രവചനം കൂടെയാണ് ചേർത്താണ് പിന്നീട് അവർ ചിതറിപ്പോകുന്നു, പിന്നീട് അവരെ കൂട്ടിവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കിപ്പോൾ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കർത്താവായ യേശു ഇത് പറയുന്നത്. അസ്ഥികൾ ജീവിക്കുമെന്ന്, അല്ലെങ്കിൽ അവർ അസ്ഥി തടുക്കുമെന്ന്, ഇസ്രായേൽ തടുക്കുമെന്നും അവരുടെ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകുമെന്നും അതാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമെന്നും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, അവിടെ 2-3 കാര്യങ്ങൾ പ്രധാനമായി പറയുകയാണ്. ശൂന്യമായ പട്ടണങ്ങളിലേക്ക് അവർ മടങ്ങി വരും. ആ പട്ടണങ്ങളെ അവർ പണിഞ്ഞ് അവിടെ അവർ താമസിക്കുമെന്നുള്ളതാണ്. അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കും, അതിന്റെ വീഞ്ഞ് അവർ കുടിക്കുമെന്ന് പറയുകയാണ്. അവർ തോട്ടങ്ങൾ നട്ടുണ്ടാക്കും, അതിൽ നിന്ന് അവർ വിളവെടുക്കുമെന്നും ഇവിടെ പറയുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഈ ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണ്. അവർ കടന്നു വന്നപ്പോൾ ആ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഫലപുഷ്ടിയും ഇല്ലാതെ വരിമുഖ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്.
അവിടെ കൃഷി ചെയ്തു, അവിടെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ലോകത്ത് വളരെയധികം ഫലപുഷ്ടമായ ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് കൃഷി പഠിക്കുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോലും വ്യക്തികൾ അവിടേക്ക് കടന്നു പോകുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിൽ ചെന്ന് കൃഷി പഠിക്കുവാൻ വേണ്ടി അവർ നോക്കുകയും കാണുകയും ചെയ്യുന്നു. അവരുടെ ടെക്നോളജിയും കൃഷിയും അവരുടേതായ ഈൽഡും ഒക്കെ ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ അധികം അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ കുറിച്ചുള്ള പ്രവചനം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിറവേറി, പല പ്രവചനങ്ങളും നിറവേറിയതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. ആമോസ് പ്രവചിച്ചതുപോലെ ദൈവം അവർക്ക് ഫലപുഷ്ടി കൊടുത്തു. അങ്ങനെ ദൈവം അവരെ ഒരു തോട്ടത്തിൽ സ്ഥിരമായി അവരെ നടുമെന്ന് പറയുകയാണ്. ഹീബ്രു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാട്ട എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ ദേശത്ത് നടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് സെക്യൂരിറ്റിയായി, ദൈവം അവർക്ക് സംരക്ഷണമായി അവരോട് കൂടെ ഇരിക്കും. അവരെ ആർക്കും പറിച്ചു കളയാൻ കഴിയാത്ത വിധം ദൈവം അവരെ സംരക്ഷിക്കും എന്നുകൂടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹീബ്രു പദമുണ്ട്. അറവ കംഫോർട്ട് അറട്ടേസ് എന്നുള്ള ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കളക്ടിങ് ഫ്രം 4 corners ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും അവരെ ഞാൻ കൂട്ടിവരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ഇസ്രയേലിനെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന് പ്രവചനം പോലെ അവരെ കൂട്ടിവരുത്തി. അവർ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അവർ കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നു, അവർ പട്ടണങ്ങൾ പണിയുന്നു, അവർ അങ്ങനെ ജീവിക്കുകയാണ്. ഇന്ന് നാം നമ്മുടെ ദൃശ്യമായ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത് ചരിത്രപരമായ ഒരു കാര്യം നിറവേറ്റൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ് മാത്രമല്ല. നമ്മൾ അതിനേക്കാൾ അപ്പുറമായി നാം കാണേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ പ്രവചന നിവൃത്തിയാണ്. തിരുവചനം പറഞ്ഞ പ്രവചന നിവൃത്തി ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വരവും അതിനോടുള്ള ബന്ധത്തിൽ നടക്കുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ അധികം അതിന് സാധ്യത നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ എങ്ങനെ വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു ദേശം ഒരു ദിവസം കൊണ്ട്, എത്ര വളരെ ശക്തമായ പ്രവചനമാണ്. 1900 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജ്യം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തെ എല്ലാം സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇന്നും മനുഷ്യർ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അവരൊരു രാജ്യമായി തീർന്നു. എത്രയോ തലമുറകൾ മറിഞ്ഞു. 1900-ത്തിലധികം വർഷങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയോ തലമുറകൾക്ക് ശേഷമാണ് അവിടെ രാജ്യം നഷ്ടപ്പെട്ടു. അവർ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവർക്ക് രാജാവ് ഉണ്ടായിരുന്നു, അവർക്ക് പട്ടാളം ഉണ്ടായിരുന്നു, അവർക്ക് ഒരു പട്ടണം ഉണ്ടായിരുന്നു, അവർ പട്ടണത്തിന് മതിലും ഗേറ്റും ഉണ്ടായിരുന്നു, അവർക്ക് ഒരു വലിയ ആലയം ഉണ്ടായിരുന്നു, അത് അവരുടെ ആരാധനയുടെ സെന്റർ ആയിരുന്നു, അവർ അഭിമാനിക്കുവാനുള്ള എല്ലാം തന്നെ അവർക്കുണ്ടായിരുന്നു, വയലേലകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ദിവസം കൊണ്ട് ദൈവത്തിന്റെ പ്രവചനം പോലെ, തിരുവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ഇവിടെ ഇതാ ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറവിയെടുക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ എന്നൊരു രാജ്യം 1948-ൽ അത് നിവൃത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ അത് ചരിത്രമായി മാറുമ്പോൾ അതിലൂടെ നിറവേറുന്നത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളാണെന്നുകൂടെ നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഘട്ടം ഘട്ടമായി ഇങ്ങനെ അവരുടെ രാജ്യത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം. 1990-കൾ മുതൽ 1999 വരെ ഉള്ള കാലഘട്ടത്തിൽ ഓപ്പറേഷൻ സോളമനിലൂടെ 14,000 പേർ അവിടേക്ക് വന്നു എന്നുള്ളതാണ്. അത്തിതളിർക്കുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ ഇസ്രായേലിനോടുള്ള പ്രവചനം വളരെ കൃത്യമായി നിറവേറിയിട്ടുണ്ടെങ്കിൽ ദൈവസഭയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്. അതുകൊണ്ട് ഇതിന്റെ 2-ാം ഭാഗം, കർത്താവിന്റെ വരവിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം നമ്മൾ ആദ്യം കണ്ടു. രണ്ടാമതായി ജെറുസലേം കോൺടെക്സ്റ്റ്, വിവാദ ഭൂമിയായ യെരുശലേമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെരുശലേം ഒരു വിവാദ ഭൂമിയായി മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് സക്കറിയ പ്രവചനത്തിൽ നിന്ന് വായിക്കാം. സക്കറിയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാകും. യെരുശലേമിലെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇവിടെ ഇസ്രായേലിലെ ഒരു ഭാരമുള്ള കല്ലാക്കി വെക്കുമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധഭൂമിയായി ഇസ്രായേൽ മാറി എന്നുള്ളതാണ്. ഇസ്രായേലുമായുള്ള ചുറ്റും ഉള്ള മിക്ക രാജ്യങ്ങളുമായി ഇസ്രായേലിന് ശത്രുതയുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളുമായി ഇസ്രായേലിന് ശത്രുതയുണ്ട്. ഒരിക്കലും സമാധാനമില്ലാത്ത, വെടിനിർത്തലില്ലാത്ത ഒരു യുദ്ധഭൂമിയായി എല്ലാ നിലയിലും ഇസ്രായേൽ മാറുന്നു എന്നുള്ളതാണ്.
2018 അമേരിക്കയുടെ എംബസി ഇസ്രയേൽ സ്ഥാപിച്ചെങ്കിലും ഇന്ന് ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെ ഒരു രാജ്യമായോ അവരുടെ തലസ്ഥാനത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലോകത്തിലെ അനേക രാജ്യങ്ങൾ അവർക്കെതിരെ എതിരായി സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റ് പല മേഖലകളിലും അവർക്കെതിരെ സംസാരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ജൂതന്മാർക്കുള്ള എതിരെയുള്ള ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം ഇസ്രായേലിനോടുള്ള ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ലൂക്കോസ് 21:24 നാം വായിക്കുമ്പോൾ നമുക്ക് ഇസ്രായേലിനെ കുറിച്ചുള്ള മറ്റൊരു പ്രവചനവും കൂടെ നമുക്ക് കാണാൻ കഴിയും. വായിക്കാം 21:24. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. അപ്പൊ ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. ഇത് യഹൂദന്മാരോടുള്ള ജൂതന്മാരോടുള്ള ഒരു പ്രവചനമാണ്. നമുക്കറിയാം, നെബൂഖദ്നേസർ കണ്ട ഒരു വലിയ സ്വപ്നത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിന്റെ തല, ഉടല്, കാല്, ഇവയെല്ലാം കൈ, ഇവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അതിന്റെ തല ബാബേൽ സാമ്രാജ്യത്തെ കാണിക്കുന്നു. പിന്നീടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ പിന്നെ വന്ന പേർഷ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. മേദയ പേർഷ്യ സാമ്രാജ്യത്തെ കുറിച്ച് കാണിക്കുന്നു. അതിനുശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ച് കാണിക്കുന്നു. അവസാനം റോമ സാമ്രാജ്യത്തെ കാണിക്കാൻ കഴിയുന്നു. അവസാനം അതിന്റെ വിരലും കാലും നമുക്കറിയാം അത് ഉണ്ടാക്കിയിരിക്കുന്നത് കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ളതാണ്. അത് ജനാധിപത്യ ഭരണത്തെ കുറിച്ച് കാണിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിൽ നമുക്ക് ജാതികളുടെ ഭരണമാണ് ലോകത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്നാൽ അതിനുശേഷം ഒരു ഭരണം വരുന്നുണ്ട്. അത് കല്ലുകൊണ്ടുള്ള ഒരു ഭരണമാണ്. അത് ക്രിസ്തുവിന്റെ ഭരണമാണ്. അതിനെക്കുറിച്ച് ബൈബിളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഈ ജാതികളുടെ ഭരണം നടക്കുന്ന ഒരു കാലമാണ്. ഈ ജാതികളുടെ ഭരണകാലത്ത് ഇസ്രയേലിനെ ഇസ്രയേൽ വിൽ ബി ട്രാമ്പിൾഡ്, അവരെ ചവിട്ടിക്കളയുമെന്ന് തിരുവചനം പറയുകയാണ്. ഇന്ന് ഇസ്രയേൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിയും നമുക്കറിയാം. തിരുവചനത്തിലെ പ്രവചന നിവൃത്തി എന്നവണ്ണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലിനെ വെറുത്ത ഒരുപാട് രാജ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഫറവോൻ ഇസ്രയേൽ മക്കളെ നാണുള്ളധികം സംവത്സരമോടെ പീഡിപ്പിച്ചു, വെറുത്തു, അവർക്കെതിരെ നിന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം ക്രൂസൈഡേഴ്സ് ഇസ്രയേലിനെതിരെ പോരാടി എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഫറവോൻ മാത്രമല്ല മറ്റ് പല ശക്തരായ രാഷ്ട്രങ്ങളായിരിക്കുന്ന ബാബേലിനെ പോലുള്ള സാമ്രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ പീഡനം അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. അശൂര് അവരെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലെ വലിയ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നേഷൻസ്, വലിയ വലിയ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്രയേലിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ എഴുന്നേറ്റു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധഭൂമിയായി ഇസ്രയേൽ മാറി എന്നുള്ളതാണ്. ഇതെല്ലാം തിരുവഴുത്തിലെ പ്രവചനം പോലെയാണ്. എന്ത് പറയുകയാണ് അവിടെ പറയുന്നു? ഇസ്രയേൽ ഒരു ഭാരമുള്ള കല്ലാവും എന്ന് പറയുകയാണ്. അതുപോലെ ലോകത്തിനൊരു ഭാരമുള്ള കല്ലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ ചുമക്കുന്നവർ അവർ ദണ്ഡനം അനുഭവിക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ നമുക്കറിയാം. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം അമേരിക്ക എപ്പോഴും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അവർക്ക് ഉണ്ടായ മുറിവുകളെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പോലും ദണ്ഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പീഡ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ളതാണ്. ഇതെല്ലാം കാണിക്കുന്നത് നമുക്കെന്താണ്? ഇസ്രയേൽ ഏറ്റവും വലിയ യുദ്ധഭൂമിയാകുമെന്നുള്ള തിരുവചനത്തിലെ പ്രവചനം പോലെ അത് നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ ലക്ഷണമായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, ലോകത്തിലെമ്പാടും ജൂതന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങളും എതിരുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റിയിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ഇസ്രയേലിനെതിരെ വരികയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ പീഡ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഏകാധിപതി ഇസ്രയേൽ മക്കളെ കൊന്നൊടുക്കുന്നത് നമുക്ക് കാണാം. ജൂതന്മാരെ ഏതാണ്ട് 60 ലക്ഷം പേരെ ഹോളോകോസ്റ്റിലൂടെ അവരെ കൊന്നൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. ഇസ്രയേലിനെതിരെ ശത്രുത ഓരോ കാലത്തും ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇന്നും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ് എന്നുള്ളതാണ്. അവസാനമായി ആലയത്തിൻ്റെതായിട്ടുള്ള ത്തോടുള്ള ബന്ധത്തിൽ ആലയം പണിയുന്നതിനുള്ള റിഹേഴ്സലും അതിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. നാലാമതായി കർത്താവിന്റെ വരവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ജൂതന്മാരുടെ ആലയം പണിയിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം നമുക്ക് വായിക്കാം. അവനൊരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാകും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാവും ഭോജനയാവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂര്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂര്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇവിടെ ശൂന്യമാക്കുന്നവൻ ഒരാഴ്ചവട്ടത്തെ കാലം നിയമം കഠിനമാക്കും.
ആലയത്തിൽ വരും. അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തെസ്സലോനിക്കർ ലേഖനം അതിന്റെ 2-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് അതിനെ കുറിച്ച് കാണാം. അത് നമുക്കൊന്ന് വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളയത്തിലെ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തു എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇവിടെ നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചതുപോലെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഹനനയാകവും ഭോജനയാകവും ഒക്കെ അവൻ നിർത്തലാക്കുമെന്നുള്ളതാണ്. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർ ആലയത്തോടുള്ള ബന്ധത്തിൽ ആദ്യം അവർക്കായി ആലയം പണിഞ്ഞ ശലോമോനാണ്. ശലോമോനെ കൊണ്ട് ദൈവം ആലയം പണിപ്പിച്ചു. വളരെ മഹത്വകരമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം അവിടെ ആരാധനയ്ക്ക് അതിന്റെ ഏറ്റവും സെൻട്രലായിട്ടുള്ള വർഷിപ്പിന് വേണ്ടി അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള ആലയമാണ് പണിയെടുപ്പിക്കുന്നത്. എന്നാൽ ആ ആലയം പിന്നീട് അതിൻ്റെതായ എക്സ്പാൻഷൻ വർക്ക് ചെയ്തത് ഹെരോദാവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ 2 ആലയങ്ങളാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 3ാമത്തെ ആലയം ഉണ്ടാകണം. ഈ ആലയത്തിലാണ് ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യേ ആന്റിക്രൈസ്റ്റ് നമുക്ക് പറയാം ഏത് ക്രിസ്തു അങ്ങനെ കടന്നു വരും. അത് കന്നയാകും ഭോജനയാകും അത് നിർത്തലാക്കും. അതുപോലെ ആ ഏത് ക്രിസ്തു ആരാധന ആവശ്യപ്പെട്ട് പൂജ ആവശ്യപ്പെട്ട് അതിനുവേണ്ടി യഹൂദന്മാർക്കെതിരെ ആലയത്തെ അശുദ്ധി ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സംഭവം നടക്കണമെങ്കിൽ, ഈ തിരുവചന പ്രവചനം നടക്കണമെങ്കിൽ 3ാമത്തെ ആലയം വരണമെന്നുള്ളതാണ്. ഈ ആലയത്തിന് വേണ്ടിയുള്ള പണികൾ, അതിനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ലോകത്ത് പ്രിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1987 അവിടെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇസ്രയേലിൽ സ്ഥാപിതമായി. അതിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ രാജ്യത്ത് അവരുദ്ദേശിക്കുന്ന പോലെ 3ാമത്തെ ആലയം അവർ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രിപ്പറേഷനിൽ അവർ ചില വർഷങ്ങളായി അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഉപകരണങ്ങൾ അവർ പലതോടും ഉണ്ടാക്കി. ആലയത്തിൽ അവർക്ക് ഉണ്ടാകേണ്ട പാത്രങ്ങളെ അവർ ഉണ്ടാക്കി. അതുപോലെ ആലയത്തിന് വേണ്ടിയുള്ള ആൾട്ടർ അല്ലെങ്കിൽ യാഗപീഠം അവർ ഉണ്ടാക്കി. അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാഹളങ്ങൾ വെള്ളി കൊണ്ടുള്ളത് ഉണ്ടാക്കി. അങ്ങനെ ആലയത്തെ പാത്രങ്ങളും അതേപോലെ യാഗപീഠത്തിലുള്ള വസ്തുക്കളും ഇവയെല്ലാം അവർ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെല്ലാം ഉപരിയായി അവര് പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് റിഹേഴ്സൽ കൊടുത്തു. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള എല്ലാ തരത്തിലുള്ള റിഹേഴ്സലും അവർ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അവിടെ ചുവന്ന പശുവിനെ യാഗം കഴിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംഖ്യാപുസ്തകം 10ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചുവന്ന പശുവിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് അതിനെ അറക്കുകയും അതിനെ ചുടുകയും അതിൽ നിന്നുള്ള ഭസ്മം ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് എന്ത് ശുദ്ധീകരണത്തിലൂടെ എന്നുള്ളതാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു മനുഷ്യൻ ശവശരീരത്തെ തൊട്ട് തന്നെത്താൻ അശുദ്ധനായി തീർന്നെങ്കിൽ അവനെ ഈ ചുവന്ന പശുവിന്റെ ഭസ്മം അത് വെള്ളത്തിൽ കലർത്തി ഈസോപ്പുമായി ചേർത്ത് ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അവനെ തളിച്ച് അവനെ ശുദ്ധി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ നിയമമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിൻ്റെതായിട്ടുള്ള ഭസ്മം അല്ലെങ്കിൽ ഇതിന്റെ ചാരം ഇതിനു വേണ്ടി ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ കാര്യങ്ങൾ തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ചുവന്ന പശു എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു രോമം പോലും ചുവന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. 2, അതിന്റെ മേൽ നുകം വെച്ചിട്ടില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. 3, അത് ഊനമില്ലാതായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചുവന്ന പശുവിനെ ചുടുവാനും അതിൽ നിന്ന് ചാരമെടുക്കുവാനും ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് അതിനെ വേർതിരിക്കാനും കഴിയൂ എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നാളുകളായി പ്രവർത്തിച്ചു. അങ്ങനെ ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്ന് ഈ ചില പശുക്കളെ, ചുവന്ന പശുക്കളെ കൊണ്ടുവന്നെങ്കിലും ഊനമില്ലാത്തതാണ് എന്ന് അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഊനമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അടുത്ത കാലത്ത് ഈ 2025 മെയ് മാസം നോർത്തേൺ ഇസ്രായേലിൽ ഒരു മലയുടെ മുകളിൽ അവര് ഈ ചുവന്ന പശുവിനെ കൊണ്ട് പുരോഹിതന്മാരും ചെന്ന് അത് യാഗം അവിടെ അവർ പാളയത്തിന് പുറത്ത് എന്ന് തിരുവചനത്തിൽ പറയുന്ന പോലെ അവിടെ അവർ മുകളിൽ കയറി ആ മലയുടെ മുകളിൽ അവർ ഇത്തരത്തിൽ ഈ പശുവിനെ അറുക്കുകയും അതുപോലെ തന്നെ അതിനെ
അതിന്റെ മാംസത്തെയും അതിന്റെ ചാണകത്തെയും അതുപോലെ അതിന്റെ തോലും അതെല്ലാം തീയിലിട്ട് ചുട്ടുകളഞ്ഞ് അതിൽ നിന്ന് വസ്ത്രം ഉണ്ടാക്കി അതിനുവേണ്ടി അവർ അതിനുള്ള ട്രയൽ നടത്തി എന്നാണ് പറയുന്നത്. നോക്കണേ, ഇവിടെ അവരുടെ ആലയം പണിയുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ചുവന്ന പശുവിന്റെ ചാരം അവർക്ക് ആവശ്യമായിരിക്കുന്നു. അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി അവർ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. അതിനുള്ള എല്ലാ ട്രയലുകളും നടന്നിരിക്കുന്നു. ഇത് നാം മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇത് മനസ്സിലാക്കി തരുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന കർത്താവിന്റെ വരവ് യേശുക്രിസ്തു മധ്യാകാശത്ത് സഭയെ ചേർക്കാൻ വരും. അതിനെ രണ്ടാമത്തെ വരവെന്ന് പറയുകയില്ല, അത് സീക്രട്ട് കമ്മിങ് അല്ലെങ്കിൽ രഹസ്യ വരവെന്നാണ് പറയുന്നത്. അതിനുശേഷം ഭൂമിയിലേക്ക് കർത്താവ് 1000 ആണ്ട് ഭരിക്കുവാൻ വേണ്ടി വരുന്നതിനെയാണ് ആ യേശുവിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. ഇവിടെ യഹൂദന്മാരുടെ എഴുത്തായിരിക്കുന്ന മിഷ്നയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇതുവരെയും അവിടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ 9 പശുക്കളെയാണ്, ചുവന്ന പശുക്കളെയാണ് അവർ അതിനുവേണ്ടി ശുദ്ധീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ 10ാമത്തെ പശുവിനെയാണ് ഇനി അവർ ചുടേണ്ടതും അതുപോലെ തന്നെ ഇതിനായിട്ട് അവർ വേർതിരിക്കേണ്ടതും അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനായി വേർതിരിക്കേണ്ടതും എന്നുള്ളതാണ്. ഈ 10ാമത്തെ പശുവിനെ മഷിക കടന്നു വന്ന് ആ മഷിക തന്നെ ആയിരിക്കും ഈ ശുദ്ധീകരണം നടത്തുന്നതെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. അവരുടെ മിഷ്നയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ തൽമൂദുകളിൽ ഒന്നാണ് മിഷ്ന എന്ന് പറയുന്നത്. ആ മിഷ്നയിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ മഷിക തന്നെ കടന്നു വന്ന് അതിനെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുമെന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് തിരുവചനം നമ്മൾ പറയുന്നത് പോലെ ലോക സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അത്തിയുടെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? നമ്മൾ ഇതെല്ലാം കാണുന്ന ജനറേഷനാണ്. ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഇസ്രായേലിന്റെ തളർപ്പും ഇസ്രായേലിന്റെ വളർച്ചയും ഇസ്രായേലിന്റെ രാജ്യസ്ഥാപനവും ഇസ്രായേല് ആലയം പണിയുവാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ബ്ലൂ പ്രിന്റുകളും അവർ ഉണ്ടാക്കി പുരോഹിതന്മാരെ സജ്ജമാക്കി റിഹേഴ്സൽ കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ദൈവം ഇസ്രായേലിനെ തളർപ്പിച്ചു, അതേപോലെ തന്നെ അവരെ ഫലവത്താക്കി തീർക്കുന്നു എന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് നാം ജീവിക്കുന്നത് അത്തി വൃക്ഷത്തിന്റെ ജനറേഷനാണ്, തലമുറയാണ് നാം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ തണുപ്പും കർത്താവിന്റെ വരവും നേരിട്ട് കാണാൻ പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, തിരുവചനത്തിലെ ഒട്ടുമിക്ക പ്രവചനങ്ങളും അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് അതിന്റെ അവസാനം വരെ സംഭവിച്ചു. ഇനി അല്പം മാത്രം കർത്താവിന്റെ പ്രത്യക്ഷതയും ആലയത്തിന്റെ പണിയും എതിർ ക്രിസ്തുവിന്റെ ആലയത്തിലേക്കുള്ള പ്രവേശനവും തന്നെത്താൻ ദൈവമാക്കുകയും ആരാധന ആവശ്യപ്പെടുകയും ഭോജനയാകവും ഹന്യയാകവും നിർത്തലാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആ പ്രവചനം നിവൃത്തിയായെങ്കിൽ അതിനേക്കാൾ അധികം ദൈവം തന്റെ ശരീരം കൊടുത്ത് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ സ്നേഹിക്കുന്ന ആ സഭയോട് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം ഞാൻ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ എത്രയധികം നടക്കുമെന്നുള്ളതാണ്. അവന്റെ ഇതൊക്കെ കാണുമ്പോൾ അവൻ വാതിൽക്കൽ തന്നെ വന്നിരിക്കുന്നു, അവന്റെ കാൽപരിമാറ്റം നമുക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറച്ചു നിൽക്കാം. ഇസ്രായേലിന്റെ ദൈവം ഒരു ന്യായപ്രമാണം കൊടുത്തു, ഒരു വചനം കൊടുത്തു, മശിയെ വെളിപ്പെടുത്തി തന്നു. ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തു. അവൻ വീണ്ടും വരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഈ തലമുറയിൽ ഇത് കണ്ട് കാണുവാനും കർത്താവിന്റെ വരവിനെ സാക്ഷിയാകുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിന്റെ ലോകത്തിന്റെ ഒരു പ്രത്യേക ക്രമത്തിൽ ഒരു സമയത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. മറ്റുള്ളവർ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ സമയങ്ങളെയും നമുക്കുള്ള വിഭവങ്ങളെയും ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.